ഹായ് മൈ ഡിയർ നീറ്റ് ആസ്പിരൻസ്. 2025 നീറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഏതൊക്കെ ചാപ്റ്ററുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്, നമ്മൾ എങ്ങനെയാണ് അത് പഠിച്ചെടുക്കേണ്ടത്, ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടോ, എത്രത്തോളം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിലനിൽക്കുമ്പോൾ എങ്ങനെയാവണം 2025 നീറ്റ് ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു കെമിസ്ട്രിയുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് മക്കളെ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് നീറ്റ് 2025 കെമിസ്ട്രി സ്റ്റഡി ടിപ്സ്. അതിൻ്റെ പാർട്ട് 1 വീഡിയോ ഇത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ നീറ്റ് പരീക്ഷയുടെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. ഈ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഏതൊക്കെ ചാപ്റ്ററുകൾക്ക് പ്രാധാന്യം കൊടുക്കണം, എത്രത്തോളമാണ് ഓരോ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം എന്നൊക്കെ. എക്സാക്ട് ഇത് തന്നെ അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്തോളം നിർബന്ധമില്ല, ബട്ട് എന്നാലും ഒരു ഓൾമോസ്റ്റ് ഒരു ധാരണ നമുക്ക് കിട്ടും. എന്തുകൊണ്ട് 2023, 2022 ഒന്നും നമ്മൾ എടുത്തില്ല എന്ന് ചോദിച്ചാൽ അവിടെയൊക്കെ ഡിലീറ്റഡ് ചാപ്റ്റേഴ്സ് ഉണ്ട് കെമിസ്ട്രിയിൽ. ഏകദേശം നിങ്ങൾക്ക് അറിയാം, പ്ലസ് വണ്ണിലും അതേപോലെ +2ലുമായിട്ട് ഒരുപാട് ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. +2ൽ 6 ചാപ്റ്റർ ഡിലീറ്റ് ചെയ്ത് പോയി, അതുപോലെ +1ൽ 5 ചാപ്റ്റർ ഡിലീറ്റ് ചെയ്ത് പോയി. സോ ഈ ഒരു ഡിലീറ്റഡ് ചാപ്റ്റേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു 2023ലും 2022ലും ഒക്കെ നീറ്റ് പരീക്ഷയിൽ. അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല. അതുകൊണ്ടാണ് 2024 നീറ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാണ് നീറ്റ് 2024 ഏതൊക്കെ ചാപ്റ്ററുകളിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് അതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഈ ഒരു വീഡിയോയിലൂടെ. അതിനുശേഷം നമുക്കത് എങ്ങനെയൊക്കെ പഠിക്കണം, കെമിസ്ട്രി എങ്ങനെയൊക്കെ പഠിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോയിൽ നിങ്ങളടുത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ നീറ്റ് പരീക്ഷയുടെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. ഓക്കെ, യെസ് മക്കളെ, കഴിഞ്ഞ വർഷം നീറ്റ് പരീക്ഷയിൽ നിങ്ങൾക്കറിയാം കെമിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം 50 ചോദ്യങ്ങളാണ് കെമിസ്ട്രി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ ഇതുവരെയുള്ള പാറ്റേണിൽ നമുക്ക് നീറ്റ് എക്സാമിന് ഉണ്ടാവുക, ഇപ്പം നിലവിലുള്ള പാറ്റേണിൽ. ഓക്കെ, അതിൽ സെക്ഷൻ എയിൽ 35 ചോദ്യങ്ങൾ ഉണ്ടാവും. 35 ചോദ്യങ്ങൾ. ആ 35 എണ്ണവും നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്, 35 എണ്ണവും ആൻസർ ചെയ്യാം. അതേസമയം സെക്ഷൻ ബിയിൽ 15 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ 10 എണ്ണം മാത്രം ആൻസർ ചെയ്താൽ മതി, 10 എണ്ണം ആൻസർ ചെയ്താൽ മതി. അപ്പോൾ 50 ചോദ്യങ്ങളിൽ നിന്ന് 45 ചോദ്യങ്ങളാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് സാറ് അങ്ങനെ ഒരു ഇൻഫർമേഷൻ പറഞ്ഞിട്ടുള്ളത്. ഓൾറെഡി എഴുതിയ ആളുകൾക്ക് അതിനെക്കുറിച്ചൊക്കെ ധാരണയുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻസ് ഒക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ +2 കഴിഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ മക്കളെ നമുക്ക് എഴുതേണ്ട എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? MCQs ആ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 4 ഓപ്ഷനുകൾ അതിലുണ്ടാവും. അതിലേതാണ് കറക്റ്റ്, മോസ്റ്റ് കറക്റ്റ് ആൻസർ എന്നുള്ളത് നമ്മൾ ഓൺ ആൻ ആവറേജ് 1 മിനിറ്റാണ് ഒരു ചോദ്യത്തിനുള്ളത്. ഓക്കെ, ആ 1 മിനിറ്റ് സമയം കൊണ്ട് നമ്മൾ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ പ്രാക്ടീസും കാര്യങ്ങളും ഈ കൃത്യമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച കോഴ്സിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, യെസ്, റെഡി മക്കളെ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ +1 കെമിസ്ട്രിയിൽ നിന്ന് +1 ചാപ്റ്ററുകളിൽ നിന്ന് 23 ചോദ്യങ്ങൾ, 50 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് പറയുന്നത്. 50 ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയിൽ ഉണ്ടായിരുന്നതിൽ 23 ചോദ്യങ്ങൾ +1 ടോപ്പിക്കിൽ നിന്നായിരുന്നു, 23 ചോദ്യങ്ങൾ +2 ടോപ്പിക്കിൽ നിന്നായിരുന്നു. ഇത് കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് കഴിഞ്ഞ സിലബസിൽ ഉണ്ടായിരുന്നത് ഒന്ന് പ്രാക്ടിക്കൽ കെമിസ്ട്രിയാണ്. പ്രാക്ടിക്കൽ കെമിസ്ട്രി അവിടുന്ന് 2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഞാൻ +1ലോ +2ലോ ആയിട്ട് ലിസ്റ്റ് ചെയ്യുന്നില്ല, അല്ലാതെ ചെയ്യുകയാണ്. പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ 2 ചോദ്യങ്ങളും. അതുപോലെ പി ബ്ലോക്ക് എലമെന്റ്സ് നിലവിൽ നമ്മൾ ബോർഡ് എക്സാമിന് പഠിച്ചിട്ടില്ല, അത് ഡിലീറ്റഡ് ചാപ്റ്റർ ആണ്. പക്ഷേ നമ്മുടെ നീറ്റിൻ്റെ സിലബസിൽ അതുണ്ട്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് മാത്രമേ ഉള്ളൂ, കോമ്പൗണ്ട്സ് ഇല്ല. ഓക്കെ, ആ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് നമുക്ക് 2 ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലും പി ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് 2 ഇയറിലും പഠിക്കാനുള്ള 2 ചാപ്റ്ററിൻ്റെയും 6 ഗ്രൂപ്പുകളുടെയും ഇൻട്രൊഡക്ഷൻ പാർട്ട് സിലബസിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, 23 ചോദ്യങ്ങൾ, 23 ക്വസ്റ്റ്യൻസ് എവിടുന്ന് ചോദിച്ചു? +1 കെമിസ്ട്രിയിൽ, +2ൽ 23 ചോദ്യങ്ങൾ, പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ 2, അതുപോലെ പി ബ്ലോക്ക് എലമെന്റ്സ് 2. മൊത്തം എത്ര ക്വസ്റ്റ്യൻസാണ് കെമിസ്ട്രിയിൽ നിന്ന് വന്നേ? 50 ചോദ്യങ്ങളാണ്. അപ്പോൾ ഓൾമോസ്റ്റ് അത് +1 +2ലേക്ക്
ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ വർഷത്തെ നീറ്റ് പരീക്ഷയുടെ പ്രത്യേകത. ഓക്കെ, ഇനി നമുക്ക് +1 കെമിസ്ട്രിയിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് 3 ചോദ്യങ്ങളാണ് ഈ വർഷത്തെ നീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. 2024 നീറ്റ് എക്സാമിന് ചോദിച്ചത്ര 3 ചോദ്യങ്ങളാണ്. അതേപോലെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് 2 ക്വസ്റ്റ്യൻസ്. അടുത്ത മക്കളെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ, വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. 4 ക്വസ്റ്റ്യൻസ് ആണ് ആ ചാപ്റ്ററിൽ നിന്ന് ഈ നീറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. അതേസമയം തെർമോഡൈനാമിക്സിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ വന്നു. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ചോദിച്ചു. റിഡോക്സ് റിയാക്ഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്ന് 1 ചോദ്യമാണ് ചോദിച്ചത്. ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് 3 ചോദ്യങ്ങൾ വന്നു. ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വന്നു. മൊത്തം +1 എന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണം 23 ആണ്. ഓൾറെഡി പറഞ്ഞു 23. അതുപോലെ +2 കെമിസ്ട്രി നമ്മൾ ഇതേപോലെ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ +2 ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. അതേപോലെ കെമിക്കൽ കൈനറ്റിക്സിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ്. D&F ബ്ലോക്ക് എലമെന്റ്സിൽ നിന്ന് 3 ചോദ്യങ്ങൾ വന്നു. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് 3 ക്വസ്റ്റ്യൻസ് വന്നു. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസിൽ നിന്ന് 2 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതേപോലെ ആൽക്കഹോൾസ് ഫീനോൾസ് ആൻഡ് ഈതേഴ്സിൽ നിന്ന് 3 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആൽഡിഹൈഡ്സ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. അമൈൻസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചു. ബയോമോളിക്യൂൾസിൽ നിന്ന് 1 ചോദ്യമാണ് ചോദിച്ചത്. എല്ലാം കൂടെ ചേർത്താൽ 23 ചോദ്യങ്ങൾ. അപ്പോൾ +1 23, +2 23, അതുകൂടാതെ പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ, പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ. മൊത്തം 50 ചോദ്യങ്ങളാണ് ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി മക്കളെ ഓർഗാനിക്കിന് എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു? ഈ വർഷം നീറ്റ് എഴുതാൻ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആശങ്ക, ഒരുപാട് ഇനോർഗാനിക് ചാപ്റ്റേഴ്സ് എല്ലാം ഡിലീറ്റ് ചെയ്ത് പോയത് കൊണ്ട് തന്നെ ഓർഗാനിക്കിന് കൂടുതൽ വെയിറ്റേജ് ഉണ്ടാവുമോ, ഓർഗാനിക്കിന് കൂടുതലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുമോ ഞങ്ങളെ എന്നൊക്കെയുള്ള ഭീതിയോടുകൂടിയാ പലരും പരീക്ഷ എഴുതാൻ പോയത്. എന്നാൽ മക്കളെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ ചോദ്യങ്ങൾ, 15 ചോദ്യങ്ങൾ, ആസ് യൂഷ്വൽ 15 ചോദ്യങ്ങളെ ചോദിച്ചിട്ടുള്ളൂ. 15 ചോദ്യങ്ങളെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളൂ. അടുത്ത വർഷം അത് 15 ആയിക്കോളുന്നില്ല, അങ്ങനെയല്ല. മറിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പരീക്ഷയെക്കുറിച്ച് മുൻ വർഷങ്ങളിൽ അതിലുണ്ടായിരുന്ന പാറ്റേണിനെ കുറിച്ചൊരു ബോധം നമുക്കുണ്ടാവണം. അതിൽ നിന്നാണ് നമ്മുടെ പഠിക്കാനുള്ള സ്ട്രാറ്റജി നമ്മൾ രൂപീകരിക്കേണ്ടത്. റെഡിയല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ് വന്നെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ 16 ചോദ്യങ്ങൾ ചോദിച്ചു. കെമിക്കൽ ബോണ്ടിങ് എന്നൊക്കെ 4 ചോദിച്ചു, 4 ക്വസ്റ്റ്യൻ. കോർഡിനേഷൻ കോമ്പൗണ്ട് 3, D&F ബ്ലോക്ക് എലമെന്റ്സ് 3, അങ്ങനെ കിടക്കുക. അപ്പോൾ തന്നെ 10ആയി. കെമിക്കൽ ബോണ്ടിങ് 4 ക്വസ്റ്റ്യൻ, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് 3 ക്വസ്റ്റ്യൻ, D&F ബ്ലോക്ക് എലമെന്റ്സ് 3 ക്വസ്റ്റ്യൻ. അപ്പം തന്നെ 10 ക്വസ്റ്റ്യൻ ആയി. മൊത്തം 16 ക്വസ്റ്റ്യൻ ചോദിച്ചു, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഒക്കെ ചേർത്ത് പറഞ്ഞാൽ. ഓക്കെ, അതുപോലെ പി ബ്ലോക്കും പ്രാക്ടിക്കൽ കെമിസ്ട്രി നമ്മൾ അതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ മൊത്തം 16 ചോദ്യങ്ങളാണ് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ചോദിച്ചത്. എന്നാൽ ഫിസിക്കൽ കെമിസ്ട്രിയിലേക്ക് വന്നാൽ 19 ചോദ്യങ്ങൾ ചോദിച്ചു, 19 ക്വസ്റ്റ്യൻസ്. 19. ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ള കെമിസ്ട്രി, ന്യൂമറിക്കൽ സൈഡൊക്കെ ചെയ്യേണ്ട ബേസിക് കോൺസെപ്റ്റ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, റിഡോക്സ് റിയാക്ഷൻ, അതുപോലെ സൊല്യൂഷൻസ്, കൈനറ്റിക്സ്, ഇലക്ട്രോ കെമിസ്ട്രി, ഇതൊക്കെയാണ് ഫിസിക്കൽ കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സ്. അവിടെ നിന്ന് 19 ക്വസ്റ്റ്യൻസ് ആ ചോദിച്ചു, 19 എണ്ണം. അതിലൊരു 10ഓളം ചോദ്യങ്ങളെ ശരിക്കും ഒരു ന്യൂമറിക്കൽ ടൈപ്പ് ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആവുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തം 50 ചോദ്യങ്ങൾ ഓർഗാനിക് ഇനോർഗാനിക് ഫിസിക്കലായിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ഈ രൂപത്തിലാണ് ചോദ്യങ്ങളുടെ നമ്പർ വന്നിട്ടുള്ളത്. ഓക്കെയാ? യെസ്. ഇനി മക്കളെ ഈ ചോദ്യങ്ങളെ നമ്മളൊന്ന് വിലയിരുത്തുവാണെങ്കിൽ ഈ വർഷത്തെ നീറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങളൊന്നും തന്നെ വലിയൊരു പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല. ഇക്വിലിബ്രിയത്തിൽ ഒരു പ്രോബ്ലം എങ്ങനെയാണ് കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുണ്ടായിരുന്നത്, സെക്ഷൻ ബിയിലും ആയിരുന്നു, പ്രയാസമില്ല. എന്നാൽ നമ്മൾ അതിനെ ഒരു
ഒരു നീറ്റ് ആസ്പിരൻസിന് ഏത് രൂപത്തിൽ ഫീൽ ചെയ്തു എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഡിപ്പെൻസ്. ബട്ട് എന്നാലും ഏകദേശം റേസിന്റെ ഒരു അനാലിസിസ് വന്നത് ഇങ്ങനെയാണ്. ഈസി ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. 17 ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. 17 ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ, വളരെ ക്വിക്കായിട്ട്. ഇത് ആവറേജ് ചോദ്യങ്ങളാണ് 28 എണ്ണം. ആവറേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഈസി തന്നെയാണ്, ആവറേജിൽ പ്ലേസ് ചെയ്തേ ഉള്ളൂ. ഈ 28 + 17 എന്ന് പറഞ്ഞാൽ 45 ചോദ്യങ്ങൾ ഈ കാറ്റഗറിയിലാണ്. ഒരു ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഡിഫിക്കൽട്ട് അല്ല കേട്ടോ, ചെയ്യാവുന്നതേ ഉള്ളൂ. റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 കോളാക്കണമല്ലോ. അങ്ങനെ ഡിഫിക്കൽട്ട് പറയാണ് 5 ചോദ്യങ്ങളാണ് ഉള്ളത്. മൊത്തം 50 ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന NCERT-യിൽ നിലനിൽക്കുന്ന ചോദ്യങ്ങളെ നീറ്റ് എക്സാമിന് വന്നിട്ടുള്ളൂ. അപ്പോൾ മക്കളെ, നീറ്റ് പരീക്ഷയ്ക്ക് അടുത്ത വർഷത്തെ 2025 നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ NCERT ബേസ്ഡ് ആയിട്ട് പഠിക്കണം. ഓരോ ചാപ്റ്ററിൻ്റെയും NCERT ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ടും വായിക്കണം. അതിലുള്ള സോൾഡ് എക്സാമ്പിളും എക്സസൈസ് പാർട്ടിലെ ചോദ്യങ്ങളും എക്സാംപ്ലർ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യണം. അതുകൂടാതെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയറിൽ നീറ്റ് പരീക്ഷക്കൊക്കെ ചോദിച്ച JEE എക്സാം ചോദിച്ചൊക്കെ ചെയ്തോളൂ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓൾ അവൈലബിൾ സോഴ്സിൽ നിന്ന് മാക്സിമം PYQസിലൂടെ കടന്നു പോകണം. MCQs ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ചുമ്മാ ചെയ്താൽ പോരാ, ടൈം സെറ്റ് ചെയ്ത് പഠിക്കണം. 1 മണിക്കൂറിൽ 60 ചോദ്യങ്ങൾ ചെയ്യുന്ന തരത്തിലേക്ക് നിങ്ങൾ ഉയരണം. ഒരു പ്രാക്ടീസ് ചെയ്യാനിരിക്കുന്ന സമയത്ത് ഒരു ചോദ്യം എടുത്ത് അതിന് തന്നെ 10 മിനിറ്റ് എടുക്കരുത്. ആദ്യഘട്ടത്തിൽ അങ്ങനെ ഉണ്ടാവും. ഫസ്റ്റ് നിങ്ങൾ ഇരിക്കുമ്പോൾ 1 മണിക്കൂർ ചിലപ്പോൾ നിങ്ങൾക്ക് 20 ചോദ്യം ചെയ്യാൻ കഴിയൂ. അടുത്ത ദിവസം അത് ഇമ്പ്രൂവ് ചെയ്യണം. അത് 22 ആക്കണം, 25 ആക്കണം, 40 ആക്കണം, 45 ആക്കണം, 60 ആക്കണം. ഏതെങ്കിലും ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ കണ്ടാൽ ലീവ് ചെയ്യാൻ പഠിക്കണം. അങ്ങനെ സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ടൈം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ആ സെറ്റ് ചെയ്ത ടൈമിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുമെന്നുള്ള ലക്ഷ്യത്തോടെ നിങ്ങൾ ഇരുന്ന് ഓരോ ചാപ്റ്ററും കൃത്യമായി പഠിക്കണം. ഓക്കെ, അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്, മൊത്തത്തിൽ ഓവറോൾ 2024 നീറ്റ് പരീക്ഷ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. ചാപ്റ്ററുകൾ 1 by 1 ആയിട്ട് പഠിച്ച് അതിൻ്റെ ഷോർട്ട് നോട്ടൊക്കെ എഴുതണം. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ NCERT-ക്ക് ടൈം കൊടുക്കണം. NCERT ചോദ്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തണം. അപ്പോൾ നമുക്ക് അവൈലബിൾ ആവുന്ന സമയം വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താം. ഓക്കെ, നിങ്ങൾ ഡോക്ടർ ആവുക എന്നുള്ള ആഗ്രഹം ആത്മാർത്ഥമാണെങ്കിൽ അത് നിങ്ങളാവുക തന്നെ ചെയ്യും. അപ്പം അതിനുവേണ്ടി നമ്മൾ കഠിന പ്രയത്നം ചെയ്യണം എന്നുള്ളതാണ്. സ്മാർട്ട് വർക്കാണ് വേണ്ടത്. ബട്ട് അവൈലബിൾ ടൈം വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. അപ്പോഴാണ് നാളെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുക. കൂടുതൽ എങ്ങനെയാണ് ഓരോ ചാപ്റ്ററുകളുടെയും പഠിക്കേണ്ട ടിപ്സ് എങ്ങനെയാണ്, സ്റ്റഡി ടിപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതുമായിട്ട് പാർട്ട് 2 വീഡിയോയിൽ നമുക്ക് കാണാം മക്കളെ. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.